നിങ്ങൾ ഒരു ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകനാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ബ്രസീലിന്റെ മാച്ചസ് കിടിലം അല്ലെങ്കിൽ അടിപൊളി മാച്ചസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ബ്രസീലിന് 2 മാച്ചസ് ആണ് ഉള്ളത്, ഒന്ന് ഫ്രാൻസിനെതിരെയും ഒന്ന് ക്രൊയേഷ്യക്കെതിരെയും. അപ്പോൾ ഈ ഒരു മാച്ചസ് എന്നാണ്, അതുപോലെ തന്നെ എപ്പോഴാണ് ഇതിന്റെ സമയം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ മാച്ച് എന്ന് പറയുന്നത് ഫ്രാൻസിനെതിരെയാണ്. അത് വരുന്നത് ഈ മാർച്ച് 27-ാം തീയതി പുലർച്ചെ 1:30 മത്സരം. അതായത് 26-ാം തീയതി രാത്രി 1:30 എന്ന് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മത്സരം കഴിഞ്ഞാൽ അടുത്ത മത്സരം വരുന്നത് നമ്മുടെ ഏപ്രിൽ രാവിലെ 5:30 മത്സരം. ഏകദേശം രാവിലെ ഒരു 5:30 മത്സരം നടക്കുക. അപ്പോൾ ഈ 2 മത്സരങ്ങളും പുലർച്ചെ ആയതുകൊണ്ട് നമ്മൾ 1:30 മത്സരങ്ങളൊന്നും നമുക്ക് ഇഷ്യൂ ഉണ്ടാവില്ല. കാരണം പക്ഷേ രാവിലെ 5:30 മത്സരങ്ങളൊക്കെ ആകുമ്പോൾ 5:30 അത് പ്രയാസമാണ്. പക്ഷേ ഫാൻസിന് അതൊരു പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ബ്രസീലിയൻ ഫാൻസിന് ഏറ്റവും വലിയ നിരാശ അവിടെ നെയ്മർ ജൂനിയർ സുൽത്താൻ കളിക്കാനില്ല എന്നത് തന്നെയായിരിക്കും. ഓക്കെ, കാരണം ഈ ബ്രസീലും ക്രൊയേഷ്യയും 2014 കഴിഞ്ഞതിന് ശേഷം 2018-ലും 2022-ലൊക്കെ ആ ഒരു വേൾഡ് കപ്പിന് മുമ്പ് അവിടെ അവർ ഫ്രണ്ട്ലി മാച്ചസ് കണ്ടക്ട് ചെയ്തിരുന്നു. ആ ഒരു ടൈപ്പ് തന്നെ ഈ ഒരു വർഷം കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പം അന്നൊക്കെ സുൽത്താൻ കളിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇക്കൊല്ലം അവിടെ സുൽത്താന് കളിക്കാനില്ല എന്നതാണ്. ഓക്കെ, അപ്പോൾ ബ്രസീൽ ഫ്രാൻസിനെയും ക്രൊയേഷ്യയുമാണ് നേരിടാൻ പോകുന്നത്. 2 യൂറോപ്പിലെ ബിഗ് ടീംസ് ആണ് ഇവര് നില കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ബ്രസീലിന്റെ നെയ്മർ ഇല്ലാത്ത സ്കോഡ് കാർലോ അൻസെലോട്ടിയുടേത് എത്രത്തോളം പവർഫുൾ ആണ് എന്ന് കാണാം. അതിൽ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ തിരുത്താനുള്ള അവസാന ചാൻസ് ആണ് ഇത്. ഇനി വേൾഡ് കപ്പിലായിരിക്കും ഇത് കഴിഞ്ഞാൽ ബ്രസീലിയൻ നാഷണൽ ടീം പന്ത് തട്ടാൻ പോവുക. അപ്പോൾ ഇക്കൊല്ലത്തെ വേൾഡ് കപ്പ് ബ്രസീൽ തൂക്കുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീം തൂക്കുമോ എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഏതായാലും ബ്രസീൽ ഇനി ഫ്രാൻസിനെയും ക്രൊയേഷ്യയും നേരിടും. നിങ്ങളെ ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ്.